അസംബ്ലി മൊഡ്യൂളിൽ നിന്നും പ്രൊഡക്ട്സ് വഴി ഇൻവെന്ററിയിലേക്ക് കയറ്റാമെന്നും പർച്ചേസ് വഴി കയറ്റാമെന്നും നമ്മൾ മുൻ വീഡിയോയിലൂടെ കണ്ടു. അത് ചെയ്യുമ്പോൾ നമ്മൾ നോൺ സീരിയലൈസബിൾ പ്രൊഡക്റ്റ് ആണ് കയറ്റിയത്. ഇനി സീരിയലൈസബിൾ പ്രൊഡക്റ്റ് ആയിരുന്നു കയറ്റേണ്ടതെങ്കിൽ ആ സമയത്ത് സീരിയലൈസബിൾ എന്ന ഓപ്ഷൻ ആയിരുന്നു ക്ലിക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആദ്യം നമുക്ക് എന്താണ് ഒരു സീരിയലൈസബിൾ പ്രൊഡക്റ്റ് എന്നതും എന്താണ് ഒരു നോൺ സീരിയലൈസബിൾ പ്രൊഡക്റ്റ് എന്നതും മനസ്സിലാക്കാം. സീരിയലൈസബിൾ പ്രൊഡക്റ്റ് എന്നത് ഓരോ യൂണിറ്റിനും പ്രത്യേക സീരിയൽ നമ്പർ ഉള്ള ഉൽപ്പന്നങ്ങളാണ്. ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, TV എന്നിവ. ഇവ ഓരോന്നും പ്രത്യേകം തിരിച്ചറിയാനും വാറണ്ടി, സർവീസ് ഹിസ്റ്ററി, റിപ്പയർ, റിട്ടേൺ എന്നിവ കൃത്യമായി ട്രാക്ക് ചെയ്യാനും സാധിക്കും. നോൺ സീരിയലൈസബിൾ പ്രൊഡക്റ്റ് എന്നത് ഓരോ യൂണിറ്റിനും സീരിയൽ നമ്പർ ഇല്ലാത്ത ഉൽപ്പന്നങ്ങളാണ്. ഫോർ എക്സാമ്പിൾ പേന, നോട്ട്ബുക്ക്, സോപ്പ് ഇത് തുടങ്ങിയവയ്ക്ക് ഇതിൽപ്പെടും. ഇവയിൽ ഓരോ സാധനവും പ്രത്യേകം ട്രാക്ക് ചെയ്യാതെ ആകെ സ്റ്റോക്ക് അളവ് മാത്രമാണ് സിസ്റ്റത്തിൽ സൂക്ഷിക്കുന്നത്. അതായത് ഓരോ ഉൽപ്പന്നവും പ്രത്യേകം തിരിച്ചറിയേണ്ടതാണെങ്കിൽ സീരിയലൈസബിൾ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുക. സ്റ്റോക്ക് എണ്ണം മാത്രം മാനേജ് ചെയ്താൽ മതിയെങ്കിൽ നോൺ സീരിയലൈസബിൾ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുക. നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ പൂർണ്ണമായും ഇൻഡിവിജ്വലി ട്രാക്ക് ചെയ്യണമെങ്കിൽ അതൊരു സീരിയലൈസബിൾ പ്രൊഡക്റ്റ് ആയിരിക്കണം. ആയതിനാൽ തന്നെ ഒരു നോൺ സീരിയലൈസബിൾ പ്രൊഡക്റ്റിനെ സീരിയലൈസബിൾ ആക്കാനുള്ള സൗകര്യവും ജെറ്റ്പാക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു റിപ്പയർ വർക്കിന്റെ ഭാഗമായി ഡിവൈസിലേക്ക് റീപ്ലേസ് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റുകളെ സീരിയലൈസബിൾ ആക്കിയാൽ അതിൻ്റെ വാറണ്ടിയും മറ്റു കാര്യങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിക്കും.